ഹലോ. ലക്ഷ്മിച്ചി എവിടെയാ? വീട്ടിലുണ്ട്. എന്താ തിരക്കാണോ? രണ്ടു മൂന്ന് ദിവസമായാലും ഇങ്ങോട്ട് കണ്ടിട്ട്. അത് മോളും കൊച്ചുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ആഹാ അപ്പൊ ഞാനിങ്ങനെ അതാണ്. ഞാൻ ഞാനിങ്ങനെ അമ്മമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞു വെച്ചിട്ടാ വന്നേ. കുറച്ച് എനിക്കങ്ങനെ ദിവസം ചോദിക്കാൻ ലീവ് ആയിരിക്കുന്നു. എനിക്കങ്ങനെ അങ്ങ് ഞാൻ ചോദിക്കാൻ പിന്നെ പറ്റുമോ? അല്ല, നിന്നെ കണ്ടില്ലായിരുന്നല്ലോ. ഇല്ല, ഞാനും കണ്ടില്ല. ഉം. എനിക്ക് പിന്നെ അമ്മയോട് അന്ന് അങ്ങനെ ചോദിക്കാൻ ലാസ്റ്റ് ദിവസം പറ്റത്തില്ലല്ലോ. വരുമ്പോഴേ ഞാൻ ഉം, പിന്നെ കുറെ നോക്കി, പിന്നെ വിളിക്കാനൊന്നും പറ്റിയില്ല. ഉം, ഉം, ഇവിടെ സിറ്റുവേഷൻ. നല്ല തിരക്കാന്ന് തോന്നുന്നല്ലേ മോള് വന്നിട്ടുള്ളതുകൊണ്ട്. ഞാൻ അപ്പൊ രണ്ടു പിന്നെ ദിവസം കഴിഞ്ഞിട്ട് വരും. ആണോ? എന്ത് ചേച്ചി പറ്റി? ഇല്ലാത്തോണ്ട് ആകെ ബോറിങ്. കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് നടക്കുന്നില്ല, തോന്നി. ചേച്ചി ഇല്ലാത്തോണ്ട് ആകെ ഉം. ഒരു ബോറിങ്. ഉം. എനിക്കിപ്പോ അമ്മയോട് ചോദിക്കാനും പറ്റത്തില്ലല്ലോ, എന്താ വരാത്തേന്നോ എന്ന് വരുമെന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഉം. അതുകൊണ്ടാ പിന്നെ ഞാൻ വിളിച്ചത്. വിളിക്കാനും എങ്ങനെയാ എനിക്കൊരു ഇപ്പൊ ചമ്മലുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പിന്നെ എനിക്ക് വിളിക്കാനും ഒരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് വിളിച്ചതാ. ബോറടി, ഭയങ്കര ബോറടി. കാണുന്നുമില്ല. സാധാരണ നമ്മൾ ഇവിടെ ഉള്ളപ്പോഴ് ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നല്ലയോ. അതെ അതെ. പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നല്ലേ. പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല? രണ്ടു ദിവസം ഞാൻ ഡേ ടൈമിലൊക്കെ പുറത്തിറങ്ങി. എന്നാലും തിരിച്ച് പെട്ടെന്ന് വരുമല്ലോ. ഉം. ചേച്ചി ഉള്ളപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നല്ലയോ. ഉം. അതുകൊണ്ട് ആകെ ഒരു മൂകത. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാരും ഉള്ളപ്പോ പിന്നെ എനിക്കിങ്ങനെ ഞാൻ നേരത്തെ ഉം. പറഞ്ഞിട്ടങ്ങനെ. മോളൊക്കെ എന്താ പെട്ടെന്ന് വന്നേ? എന്ത് പറ്റി? അത് കുട്ടിക്ക് വെക്കേഷൻ ആയതുകൊണ്ട്. ഓ, അങ്ങനെ വന്നതാണോ? ഉം. അപ്പൊ എല്ലാരും ഉണ്ടായിരിക്കും, നല്ല തിരക്കായിരിക്കുമല്ലോ അവിടെ. അതെ അതെ. അവരിവിടെ നിന്നോളും. പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുവായിരുന്നു. എനിക്കും നിന്നെ കാണാതെ മിസ് ചെയ്യാറുണ്ട്. പിന്നെ വിളിക്കാൻ, കോൾ ഇടാനൊന്നും അങ്ങനെ പറ്റാറില്ല. ഉം. കെട്ടിയവനൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ വിളിക്കാൻ മടിച്ചിരുന്നേ. പിന്നെ ഞാൻ ഉം. ഓർത്തെന്നാ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നേ. പിന്നെ ഇല്ല തീരെ ഇല്ല, ഞാൻ പറ്റാത്തത് കൊണ്ടാണ് നോക്കട്ടെ. വിളിച്ചു നോക്കി. പറ്റുമെങ്കില് ഞാൻ നാളെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അല്ല, തിരിച്ചിങ്ങോട്ട് വരാം. ഇവിടെ ഇനി വരുമ്പോ കിടക്കത്തില്ല, എങ്ങനെ സ്റ്റേ ചെയ്യത്തില്ലേ? സ്റ്റേ ഇനിയിപ്പം കൊറേ ദിവസം നടക്കത്തില്ല. അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കും വയ്യല്ലോ, ഒരാളെ സഹായം വേണമല്ലോ, അതെ വയ്യാതിരിക്കുന്നോണ്ട്. അതെ. ഉം. ചേച്ചി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. നമ്മൾ വേറെ ആരെയും നോക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. വേറെ ആരെയും നോക്കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ വന്നോളാം. പിന്നെ അത് നിനക്കും അത് വേറെ ആരെങ്കിലും ആവുമ്പോ ശരിയാവത്തില്ലല്ലോ. വേറെ ആരെയും നമുക്കങ്ങനെ ശരിയാകത്തില്ലല്ലോ. ചേച്ചി ഉം. ഉള്ളപ്പോ നല്ല രസമല്ലേ, ബോറടിയല്ല, നമ്മൾ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവല്ലോ. അതുകൊണ്ടാ പിന്നെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചത് തന്നെ. അമ്മ ഞാൻ ഇപ്പൊ വയ്യാത്തോണ്ട് എന്തായാലും ഒരാളെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ചേച്ചി അധികം താമസിക്കാതെ വേറെതായിരിക്കും നല്ലത്. ഇനി അമ്മ വേറെ വല്ല നോക്കിയാലും എനിക്കും അങ്ങനെ കയറി പറയാനും പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല, നോക്കില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കണ്ട, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാളെ എന്തായാലും വരാം. ഞാൻ അപ്പൊ ഈ അവിടെ ബോറടിച്ച് കാണത്തില്ലല്ലേ? ഞാൻ ബോറടിച്ച് എന്റെ മോളിൽ തന്നെ, എന്റെ റൂമിൽ തന്നെ അങ്ങ് ഇരിപ്പ്. താഴോട്ട് നമ്മള് അങ്ങനെ ഇറങ്ങാറില്ല. സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഇവിടെ വന്നാ മതി. ആ ഇവിടെ അല്ല, വന്ന് നിന്നാ മതി. രാത്രിയില് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലേ? രാത്രിയില് പറ്റത്തില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നോക്കട്ടെ. ഒരു അതല്ല, ദിവസം ഇനി സ്റ്റേ ചെയ്യാൻ വരുമ്പോഴ് പറ്റും. നിക്കാൻ പറ്റത്തില്ല രാത്രിയൊന്നും? ഇല്ല, അവര് പോകുന്നവരെ ഇനിയിപ്പം കുട്ടികളെല്ലാം പോകുന്നവരെ ഇപ്പൊ രാത്രി നടക്കത്തില്ല. അല്ല, അമ്മയുള്ളത് കൊണ്ടേ ഇപ്പൊ എങ്ങനെ ഉം. രാത്രിയാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇവിടെ നിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പം അതും കൂടെ നോക്കിയിട്ടൊന്ന് വരാൻ പറ്റത്തില്ലേ? എങ്ങനാ? നോക്കാം. അതുപോലെ ബോറടിക്കുന്നുണ്ടല്ലേ ചോദിക്കുന്നേ. എനിക്ക് ഇവിടെ പിന്നെ എന്താ പറയാ, ഓരോ കാര്യത്തില് തിരക്കായത് കൊണ്ട് പിന്നെ അങ്ങനെ ചിന്തിക്കാനായി പറ്റാറില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും ഉം, എല്ലാരും നടന്നൊക്കെ. ഉം. അതാ ഇപ്പൊ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നുമില്ല. ആകെപ്പാടെ എന്റെ ഒരു കൊതി എന്റെ കൊതി ഡിപ്രഷൻ. കൊറേ മാറ്റിയതല്ലേ. അതെ അതെ, എന്റെയും അതാണ് ഒരു ഡിപ്രഷൻ. ഇപ്പൊ അറിഞ്ഞോണ്ടേ ഉം. കൊതി ഇങ്ങനെ പിന്നെയും പിന്നെയും കൂടിക്കൂടി വരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഉം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. നമ്മള് എപ്പോഴും സംസാരിക്കാറില്ലയോ വീട്ടിൽ വെച്ച് ഇടയ്ക്കൊക്കെ, അമ്മ കാണാതൊക്കെ. അതെ അതെ.
അപ്പം കറക്റ്റായിട്ട് എത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറ്റും? നാളെ ഞാൻ എന്തായാലും വരാം. എന്നിട്ട് ഏഹ്, ഒരു വൈകിട്ട് ഇങ്ങോട്ട് പോരാം. വൈകിട്ട് ഡേ ടൈമിൽ വന്നിട്ട് അങ്ങനെ വലിയ ഇതില്ലല്ലോ അമ്മ ഉള്ളത് കൊണ്ട്. നോക്കാം, എന്തെങ്കിലും ചാൻസ് ഉണ്ടാവും. അല്ല പിന്നെ മേളിലോട്ടെ റൂമിലോട്ട് വന്നാൽ മതി, മേളത്തെ റൂമിലോട്ട് ഉം. മതിയോ? എന്തായാലും ഫുഡ് എടുത്തിട്ട് ഭക്ഷണം എടുത്തിട്ട് ഞാൻ വരവില്ല എന്തായാലും. അമ്മ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ലേ? ഉം. ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് എടുത്തിട്ട് ഉറങ്ങുമല്ലോ. ആ ഒരു ടൈമിൽ നോക്കിട്ട് വരാം. എപ്പോഴും വരുന്ന പോലെ ഉം. ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ചേച്ചി വൈകിട്ട് പോവോ? വൈകിട്ട് ഇങ്ങോട്ട് വരണേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അവിടെ അർജന്റായിട്ട് അവിടെ നിൽക്കണമല്ലേ? മോളൊക്കെ എത്ര ദിവസം ഇടയ്ക്കെങ്ങാണ്ട് ഉണ്ട്? ലീവ് എടുത്താലേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ വന്നോളാം. മോളൊക്കെ എത്ര ദിവസം ഉണ്ട് ഇവിടെ വീട്ടില്? എന്തായാലും ഒരു മാസം ഉണ്ടാവും. അല്ല വെക്കേഷൻ തീരാറായല്ലോ. ആ, ഉം. അവര് ഇവിടുന്ന് പോവാ കുറച്ച് ദിവസം, പിന്നെ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അവളുടെ അങ്ങനെയാണോ? ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഓ അങ്ങനെയല്ലേ. എനിക്കാണെ അമ്മയോട് ഇങ്ങനെ ഇങ്ങനെ പലതവണ ചോദിക്കാൻ ഞാൻ തുടങ്ങിയത്, പിന്നെ ഓർത്ത് അമ്മ ചോദിച്ചു കഴിഞ്ഞാലേ അമ്മയ്ക്ക് എന്തെങ്കിലും അല്ല, വേണ്ട സംശയം വേണ്ട. തോന്നിയ ഞാൻ പിന്നെ ആകെ ഞാൻ പിന്നെ പ്രശ്നമാവും. അന്ന് വരുമ്പോ നീ പിന്നെ ഇത്രയും ഇല്ലായിരുന്നല്ലോ ദിവസം പറയാൻ വേണ്ടിട്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മയോട് പറഞ്ഞ കാര്യം. ഉം. അമ്മയോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അല്ല പിന്നെ എനിക്ക് അമ്മയോട് അങ്ങനെ ചോദിക്കാനില്ല. അല്ല പിന്നെ ഞാൻ വെച്ചാൽ അമ്മ വേറെ ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന് ഒരു ടെൻഷനായി. ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് അമ്മ ഉം. പറയത്തുമില്ല, എനിക്കാണെങ്കിൽ അത് നാളെ ചോദിക്കാനും ഇപ്പോ പറ്റത്തില്ല. എന്തായാലും റെഡി ആയിരിക്കേ. അല്ല നാളെ വന്നിട്ട് നാളെ അതിന് പോവല്ലേ? അത് നോക്കാം. എന്തായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കാം, റൂമിലിരുന്നിട്ട്. മണ്ടയ്ക്കോട്ട് വന്നാൽ മതി. ഉം. അമ്മ പിന്നെ താഴെയല്ലേ, ഉം. മണ്ടയ്ക്കോട്ട് വന്നാൽ മതി. അപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഉം. അല്ല അമ്മയും പറയുന്നുണ്ട്, അമ്മയ്ക്കും അവളുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ആശ്വാസമായിരുന്നൊക്കെ പറയാറുണ്ട്. അതെ അതെ. അവളില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഭയങ്കര ചേച്ചിയാണ്, ഭയങ്കര സംസാരമല്ലയോ, അമ്മയായിട്ട് നല്ല ഉം. കമ്പനി അല്ലയോ, അമ്മയ്ക്കും ഭയങ്കര അല്ല ഇഷ്ടമാണ്. വേറെ. ഉം. അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടായിട്ട് ചോദിക്കത്തില്ല. ഞാൻ അങ്ങോട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ ഡൗട്ട് അടിക്കത്തില്ലേ. അതുകൊണ്ട് ഞാനായിട്ട് ഇങ്ങനെ കേട്ടിരിക്കും, എന്നോട് ഇങ്ങനെ കഴിക്കുന്ന സമയത്തൊക്കെ പറയും, അപ്പം ഇങ്ങനെ കേട്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നൈസായിട്ട് ഇനി വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴേക്കും ഇങ്ങനെ നൈസായിട്ട് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ലെന്ന് മനസ്സിലായി. അന്ന് ചെയ്തതൊക്കെ ഇഷ്ടായോ? ഏ അന്ന് ചെയ്തില്ലായിരുന്നോ? അയ്യോ അതല്ലേ, ആകപ്പാടെ പ്രശ്നമായി. അതുകൊണ്ട് പിന്നെ ഈ കൊതി കൂടി വരുന്നേ. ഉം. ശരിക്കും അങ്ങോട്ട് പറ്റുന്നില്ല, നമ്മുടെ അല്ലാതെ അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. ആ ഒരു കൊതി ഇങ്ങനെ വീണ്ടും കൂടുക. ഇനിയിപ്പം നാളെ വന്നിട്ട് പോയി കഴിഞ്ഞ് പിന്നെ നാളെ വന്നിട്ട് വരത്തില്ലേ? തരാം. പിന്നെ അല്ല, പിന്നെ വന്നിട്ട് നിൽക്കാൻ പറ്റത്തില്ല, എങ്ങനാ? ഡേ ടൈം അല്ല, അന്നത്തെ പോലെ രാത്രി ആയിരുന്നെങ്കിൽ ഒരു ഒരു സ്പെഷ്യൽ ദിവസം ഇതായിരുന്നു. നിക്കാൻ നോക്കാം. നോക്കാം, വയ്യെന്നങ്ങാണ്ട് പറഞ്ഞിട്ടെ. അങ്ങനെ നിൽക്ക്. ഇനിയിപ്പോൾ ഉം. മോള് പോയിട്ടേ ശരിക്കും ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതെ അതെ. അതുവരെ പിടിച്ചു നിന്നേ പറ്റും. എന്നാ പിന്നെ ചേച്ചി ഫ്രീ ആകുമ്പോൾ വിളിക്ക്, തിരക്കൊക്കെ മാറിയിട്ടെ ഇടയ്ക്കൊന്ന് വിളിക്ക്. നാളെ എന്തായാലും. ഞാനായിട്ട് അമ്മയോട് ഇപ്പൊ പറയാൻ പോകുന്നില്ല, ഒന്നും പറയുന്നില്ല ഉം. കേട്ടോ. ഇല്ല, ഞാൻ എപ്പോ വേണമെങ്കിലും വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി പിന്നെ ദിവസം നിക്കരുത്, പെട്ടെന്ന് വന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞപ്പോഴേ. അപ്പൊ നാളെ ഇപ്പം വന്നു കഴിഞ്ഞാ ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊതി പൊടിച്ചത് ഇങ്ങനെ ഓർക്കുമ്പോഴാണ് പിന്നെയും പിന്നെയും കൊതി വരുന്നത്. ശരിക്കും അങ്ങോട്ട് അതായിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, അങ്ങനെ ചെയ്തിട്ടെ. ആ ഉം. ഒരു അതിങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ ഒരു കൊതി ഇങ്ങനെ കൂടി വരും ഇടയ്ക്കിടയ്ക്ക്. ഉം. എന്നാ പിന്നെ ചേച്ചി ഫ്രീ ആകുമ്പോൾ വിളിക്ക്. ഓക്കെ. നാളെ ഓക്കെ, എന്തായാലും കാണാം. ശരി, ഓക്കെ. ഓക്കെ.